Hi dears, welcome back to my YouTube channel. ഇന്നൊരു ക്രിസ്മസ് wreath ആണ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് അതിന് വേണ്ടിയിട്ട് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു കോട്ടൺ ബാഗാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒരു കാർഡ്ബോർഡ് പീസ് വേണം. ഇത് പൊളിഞ്ഞൊക്കെ ഇരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ യൂസ് ചെയ്തതാണ്. അപ്പോൾ അത് വെച്ച് തന്നെ ഒരു ക്രിസ്മസ് wreath ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ ആ പൊളിഞ്ഞിരിക്കുന്ന ഭാഗം ഒന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കാർഡ്ബോർഡ് പീസ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ക്ലോത്ത് ബാഗിൻ്റെ പീസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിന് പകരം നമുക്ക് ഏതെങ്കിലും പഴയ തോർത്തോ അങ്ങനെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ പഴയ ഏതെങ്കിലും ക്ലോത്തിൻ്റെ പീസ് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ജൂട്ട് ബാഗ് ആണെങ്കിൽ അതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. എന്നിട്ട് നമ്മൾ ചെറിയ സ്ക്വയേഴ്സായിട്ട് തുണി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അത് ഓരോ പീസ് എടുത്തിട്ട് ഇതുപോലെ 4 വശവും മടക്കി ഒന്ന് എടുക്കേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന റിങ്ങിലോട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഓരോ പീസായിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഈസിയായിട്ട് ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് റേഷൻ കടയിൽ നിന്ന് കിറ്റ് കിട്ടിയ ആ ഒരു ക്ലോത്ത് ബാഗാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേസ്റ്റായിട്ട് നമ്മൾ കളയാൻ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലുമൊക്കെ മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് ഈസിയായിട്ട് ക്രിസ്മസ് ഡെക്കറേഷൻ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ഓരോ പീസുകൾ ഒട്ടിച്ചു കൊടുത്തു. ഇനിയാണെങ്കിൽ അത് നമ്മൾ ഹാങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ബാഗിൻ്റെ തന്നെ ആ ഒരു ഹാങ് ചെയ്യുന്ന ആ ഒരു വള്ളി തന്നെ എടുത്തിട്ടാണ് റിങ്ങിൻ്റെ പുറകിലായിട്ട് ഒട്ടിച്ച് കൊടുത്തത്. ഇനി കുറച്ച് ആർട്ടിഫിഷ്യൽ ലീവ്സ് ഇതുപോലെ ഒന്ന് മുകളിലായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ശരിക്കും ക്രിസ്മസിനൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഡെക്കറായിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിന് പൈൻ ലീവ്സൊക്കെയാണ് കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ അതില്ലാതെ നല്ല കോസ്റ്റ്ലിയും കൂടിയാണ്. അപ്പോൾ നമുക്കുള്ള ലീവ്സൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ വേസ്റ്റ് ക്ലോത്ത് വെച്ചിട്ട് ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയെടുത്ത ഫ്ലവറാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്ന വീഡിയോ ഞാൻ ഏതെങ്കിലും ഒരു ദിവസം ഞാൻ ഇടുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് wreath കുറച്ചുകൂടി ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ലൈറ്റ്സ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ LED സ്ട്രിങ് ലൈറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് ഇതുപോലെ ഒന്ന് കുറച്ച് ഇലകളിലും എല്ലായിട്ടും ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓൺലൈനിലും ഷോപ്പിലൊക്കെ ഇതുപോലത്തെ ലൈറ്റ്സൊക്കെ അവൈലബിൾ ആണ്. ലൈറ്റ്സൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്രാഫ്റ്റ് വർക്കിന് നല്ലൊരു റിച്ച് ലുക്ക് കിട്ടും. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, ലൈറ്റ് ഉള്ളതാണോ അതോ ലൈറ്റ് ഇല്ലാത്തതാണോ എന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇന്നത്തെ ക്രിസ്മസ് wreath ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.